സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിൽമയുടെ കപ്പാസിറ്റി, സ്റ്റോറിംഗ് കപ്പാസിറ്റി അത് കൂട്ടിക്കൊണ്ട് എല്ലാ മേഖലയിലും അവരുടെ വാഹനങ്ങളെത്തി പാല് കളക്ട് ചെയ്യും. പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ സംസ്ഥാന സർക്കാർ വലിയ പരിശ്രമമാണ് നടത്തുന്നത്. ക്ഷീരകർഷകർക്ക് ഇതിനായി എല്ലാ സഹായവും സർക്കാർ നൽകുന്നു. എന്നാൽ പാലുൽപാദനം അധികമായതിന് കർഷകരെ ദ്രോഹിക്കാനാണ് മിൽമയുടെ മലബാർ യൂണിയൻ ശ്രമിക്കുന്നത്. ക്വാട്ടയിലും അധികമായി നൽകുന്ന പാലിന് വില നൽകാതെയാണ് മിൽമയുടെ കർഷക ദ്രോഹം. പാലുൽപാദനം അധികമാണെന്നും ഇത്രയും പാൽ സംഭരിക്കാൻ നിവൃത്തിയില്ലെന്നും മിൽമയുടെ കത്തിൽ പറയുന്നു. അധികമായുള്ള പാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റണമെന്നാണ് സർക്കാർ നയം. എന്നാൽ അതിനും നിർവാഹമില്ലെന്നാണ് മലബാർ യൂണിയന്റെ നിലപാട്. അതേസമയം തിരുവനന്തപുരം, എറണാകുളം മേഖലാ യൂണിയനുകളിൽ പാലുൽപാദനം കുറവായതിനാൽ പുറമേ നിന്ന് പാല് വാങ്ങുന്ന സാഹചര്യമാണുള്ളത്. പാലുൽപാദനം കുറയ്ക്കാൻ കർഷകരോട് ആവശ്യപ്പെടുന്നതിന് പിന്നിൽ പുറമേ നിന്ന് പാല് വാങ്ങാനുള്ള മിൽമയിലെ ചിലരുടെ താൽപ്പര്യമാണെന്ന ആരോപണം ശക്തമാണ്. ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.